വാർത്തകളിലേക്ക്. വയനാടും ചേലക്കരയും പോളിംഗ് ബൂത്തിൽ ചേലക്കരയും വയനാടും ആവേശത്തോടെ വോട്ട് ചെയ്യുകയാണ്. വോട്ടെടുപ്പ് സമയം പകുതിയിലധികം പിന്നിടുമ്പോൾ ചേലക്കരയിൽ 37%, വയനാട്ടിൽ 35.70% പോളിംഗ്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം രണ്ടിടത്തും പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വർധനവുണ്ട്. പ്രായമായവരെ അടക്കം പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കുകയാണ് മുന്നണികൾ. ഉച്ചനേരത്തും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. MG മിഥുനുണ്ട് ചേലക്കരയിൽ, VV അരുണും ചേലക്കര മണ്ഡലത്തിലെ ആറ്റൂരിലുണ്ട്, CV അനുമോദ് വണ്ടൂരിലുണ്ട്, ഡാൻ കുര്യൻ മേപ്പാടിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം അരുണിലേക്ക്. അരുണുള്ളത് ചേലക്കര മണ്ഡലത്തിലെ ആറ്റൂരിലാണ്. അരുണ്, രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ ആണ്, വലിയ തോതിലുള്ള വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. ഈ നട്ടുച്ച സമയത്തും തുടരുകയാണോ? എന്തിന്റെ സൂചനയാണ്? കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെയൊക്കെ മറികടക്കുമോ കാര്യങ്ങൾ? ഒരു മണിക്കൂർ മുമ്പുള്ള കണക്ക് 12:30 കണക്ക് 37% എന്നുള്ളതാണ് പോളിംഗ്. അത് സ്വാഭാവികമായും 40 പിന്നിട്ടുണ്ടാകണം. അല്പസമയത്തിനകം 1 മണിയിലെ അപ്ഡേഷൻ വരും. അത് 40-42% ഉയരാൻ തന്നെയാണ് സാധ്യത. 72% എത്തുക അത്ര ദുഷ്കരമല്ല. അധികം വൈകാതെ 50% പിന്നിടും പോളിംഗ്. വൈകുന്നേരത്തോടുകൂടി 70 മുതൽ 70% വരെ പോളിംഗ് എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. എല്ലായിടത്തും സാമാന്യം നല്ല തിരക്കുണ്ട്. എല്ലാ മേഖലകളിലും നല്ല തിരക്കുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും നല്ല തിരക്കുണ്ട്. രാവിലെ 6 മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിച്ചതിന് പിന്നാലെ ബൂത്തുകളിലേക്ക് ആളുകൾ വോട്ടർമാർ ഒഴുകി എത്തിയിരുന്നു. അതിന് ഇപ്പോഴും തുടരുന്നു. ചിലയിടത്തൊക്കെ പല ബൂത്തുകളിലും 50% പൂർത്തിയായി കഴിഞ്ഞു. വലിയ രീതിയിൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നു. എന്താണ് ഇതിന്റെ സൂചന എന്നൊക്കെ കണ്ടറിയണം. ഞാനുള്ളത് ഇപ്പോൾ ആറ്റൂരാണ്. ആറ്റൂർ മനപ്പടിയിലാണ്. അവിടെ കുറച്ചു സമയം മുമ്പ് ഈ BJPക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് CPMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ബാനറുകൾ അഴിച്ചുമാറ്റിയ സ്ഥലമാണ്. നല്ല പോളിംഗ് എല്ലായിടത്തും ഉണ്ടാകുന്നതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇത് വരുന്ന മണിക്കൂറുകളിലും തുടരാൻ തന്നെയാണ് സാധ്യത. എല്ലാ ബൂത്തുകളിലും 50% അടുത്ത പോളിംഗ് എത്തുമ്പോൾ നമുക്ക് ഊഹിക്കാം ഇനിയുള്ള സമയം എന്തായാലും പോളിംഗ് കൂടാൻ തന്നെയാണ്. നല്ല ചൂട് സമയത്ത് പോലും 12 മണിക്കും 11:30, 12 മണിക്കും 12:30ക്കും ഒക്കെ വലിയ രീതിയിൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. എത്ര ബൂത്തുകളിൽ എത്ര വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം? എന്തായാലും 50% ഒക്കെ ആയിക്കാണും. പകുതി ആളൊക്കെ ആയിക്കാണും. എല്ലായിടത്തും പകുതി ആളുകളെങ്കിലും എത്തിയെന്ന ഒരു കണക്ക് തന്നെയാണുള്ളത്. CPMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ബൂത്തുകൾ ഇവിടെ അടുത്തടുത്തുണ്ട്. എല്ലാ ആളുകളും പരമാവധി ആളുകളെ ഈ കഴിഞ്ഞവണ എത്ര ഉണ്ടായിരുന്നു ഇവിടെ പോളിംഗ് ഏകദേശം നിങ്ങളുടെ ഏരിയയിലൊക്കെ? 90% എന്തായാലും ഉണ്ട്. ഈ മുഴുവൻ ആളുകളെ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടോ ഇപ്പോഴും? തീർച്ചയായും, അതിനാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. രാവിലെ മുതൽ ആളുകൾ വരുന്നുണ്ട് ബൂത്തുകളിലേക്ക്. ക്യൂ ഉണ്ട്. ഞങ്ങളുടെ ബൂത്തില് ഫുൾ ടൈം എപ്പോഴും ക്യൂ 141. അതാണ് എല്ലായിടത്തും ആ രീതിയിലുള്ള തിരക്കുണ്ട്. വലിയ ശ്രമമാണ് മുന്നണികൾ നടത്തുന്നത്. പരമാവധി ആളുകളെ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമുണ്ട്. നമുക്കറിയാം വലിയ കാടടച്ചുള്ള പ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായി ഓരോ വോട്ടും പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. വലിയ രീതിയിൽ ആളുകൾ വരുന്നുണ്ടോ ബൂത്തുകളിലേക്കൊക്കെ? ബൂത്തുകളിൽ രാവിലെ മുതലേ നല്ല തിരക്കാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു പോളിംഗ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല എല്ലാ ബൂത്തുകളിലും സജീവമായി വലിയ ഒരു പോളിംഗ് രാവിലെ മുതലേ തന്നെ ആളുകൾ നിൽക്കുന്നുണ്ട്. ജനാധിപത്യ രീതിയിൽ ഇന്ന് ജനാധിപത്യ ധ്വംസനം നടത്തുന്നവർക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായി കൃത്യമായ ആളുകളെ എത്തിക്കാനുള്ള ഭാഗമായുള്ള പണികളാണ് നടക്കുന്നില്ല. എല്ലാ ഓരോ വോട്ടും കൃത്യമായി ഇങ്ങനെ വോട്ടർ ലിസ്റ്റ് നോക്കി വരാത്ത ആളുകളെയൊക്കെ കണ്ടെത്തി ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ പോളിംഗ് ശതമാനം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉയരുമെന്ന സൂചന വരുന്നതിന് കാരണം ഇതാണ്. വളരെ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയുള്ള പ്രവർത്തനം 3 മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ ഇതുവരെ നടന്ന ഈ ഇത്രയും 25 ദിവസത്തോളം നീണ്ട പ്രചരണത്തിനപ്പുറത്തേക്ക് ഈ അവസാന മണിക്കൂറുകളിലും കൃത്യമായി മുഴുവൻ വോട്ടും പോൾ ചെയ്യിപ്പിക്കപ്പെടണം. പരമാവധി വോട്ടുകൾ ആളുകൾ ബൂത്തുകളിലേക്ക് എത്തി വോട്ട് ചെയ്യിക്കണമെന്ന രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയദാർഢ്യമാകാം ഒരുപക്ഷെ ഈ കടുത്ത ചൂടിനിടയിലും ഈ ഉച്ചസമയത്തുമൊക്കെ ഇത്തരത്തിൽ ബൂത്തുകൾ വലിയ നിര രൂപപ്പെടാൻ കാരണം. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. കാരണം വലിയ പ്രചരണ കോലാഹലമായിരുന്നു നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 മണ്ഡലങ്ങളിലും എന്നറിയാം. ചേലക്കരയിലൊക്കെ വലിയ പോരാട്ടം നടക്കുന്നു എന്ന പ്രതീതി തന്നെയുണ്ട്. അവിടെ 3 മുന്നണികളും അവരുടെ പരമാവധി വോട്ടർമാരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഫലമായി തന്നെ രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും വലിയ ക്യൂ അനുഭവപ്പെടുകയാണ്. അതായത് പരമാവധി വോട്ടർമാർ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. CV അനുമോദ് ഉള്ളത് വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വണ്ടൂരിലാണ്. അനുമോദ, വണ്ടൂരൊക്കെ
കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്, നമുക്കറിയാം. അവിടെ UDFന്റെ വലിയ ശക്തിയുള്ള സ്ഥലമാണ്, അവിടെ UDF MLA അടക്കമുള്ള സ്ഥലമാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. അവിടെയും സമാനമായ സ്ഥിതി തന്നെയാണോ? ചേലക്കരയിലെ അതേ വികാരം വോട്ടർമാർക്കിടയിൽ വയനാട്ടിലുമുണ്ടോ? രാവിലെ മുതൽ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനവുണ്ടാകുന്നുണ്ട്, ഓരോ മിനിറ്റിലും അപ്ഡേഷൻ വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എങ്ങനെ കാണണം വയനാട്ടിലെ ഈ ഉച്ചവരെയുള്ള പോളിംഗ്? രഞ്ജിത്ത്, ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭിച്ച വിവരങ്ങളനുസരിച്ച് 35.70% വയനാട്ടിലെ പോളിംഗ് ശതമാനം. ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറനാടാണ്, 38.97. ഏറ്റവും കുറവുള്ളത് നിലവിൽ നിലമ്പൂരിലാണ്, 33.93. അപ്പോൾ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇതുവരെ ലഭ്യമായ കണക്കിൽ സ്ത്രീ വോട്ടർമാരാണ് താരതമ്യേന കൂടുതൽ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. 35.58% പുരുഷന്മാരും 35.82 സ്ത്രീകളുമാണ് ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളത് ആ ഒരു കണക്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടുതൽ വനിതകൾ, സ്ത്രീകൾ കൂടുതലായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ രാവിലെ മുതൽ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ കാണുന്ന കാഴ്ചയും സ്ത്രീകൾ പരമാവധി അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ താരതമ്യേന തിരക്ക് കുറവുള്ള ഒരു ബൂത്താണ് ഇത്. പോളിംഗ് ബൂത്ത് നമ്പർ 55 വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പക്ഷേ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് കൂടുതലായിട്ടും കാത്തു നിൽക്കുന്നതായിട്ടാണ്. ഇത് നേരത്തെ 2 വനിതാ സ്ഥാനാർത്ഥികൾ, പ്രധാന മുന്നണികൾ 2 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഈ വനിതകളുടെ സാന്നിധ്യം കൂടുതലായിട്ട് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് 2 മുന്നണികൾക്കും NDAക്കും UDFനും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതേസമയം UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു മാസത്തോളം മുൻപൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വനിതാ വോട്ടർമാരെ കേന്ദ്രീകരിച്ച് തന്നെ ക്യാമ്പയിനുകളും കുടുംബയോഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് അത്രയും വ്യാപകമായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലം തന്നെ കൂടുതൽ വനിതാ വോട്ടർമാർ ഈ വോട്ട് ചെയ്യാൻ എത്തുന്നത് UDFനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ആ കണക്കുകൾ അനുനിമിഷം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഉച്ചയാകുമ്പോഴേക്കും 2 മണിയോടെ ഒരു 40% പോളിംഗ് എത്തുകയാണെങ്കിൽ അത് ഇതുവരെ രേഖപ്പെടുത്തിയ 2019 80% എന്ന ആ കണക്കിന് മറികടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഉച്ച സമയത്ത് അല്പം കുറയുന്ന സാഹചര്യം തന്നെയാണ്. ഇവിടെ എത്ര ശതമാനം ഇപ്പോൾ ഈ ബൂത്തിലെ വോട്ടിംഗ് അറിയോ? 40% മുകളിലേക്കായി എന്നാണ് പറയുന്നത് അല്ലേ? അതായത് കൂടുതൽ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പാർട്ടികളുടെ ഭാഗത്തുനിന്ന്, മുന്നണികളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. പരമാവധി വീടുകളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നു. അത്തരത്തിൽ സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകളെല്ലാം കൃത്യമായി സമാഹരിച്ച് അത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ഊർജിതമായിട്ട് തന്നെ ഈ ഒരു ഘട്ടത്തിലും പാർട്ടി മുന്നണികൾ നടത്തുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ നിന്നും കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും പോളിംഗ് ശതമാനത്തിലെ വർധനവ് UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. കാരണം 80% പോളിംഗ് ഉണ്ടായപ്പോൾ ആണ് രാഹുൽ ഗാന്ധിക്ക് 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചത്. അതിലുമേറെ പോളിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു നേട്ടം പ്രിയങ്കയുടെ ആ വിജയത്തിലുണ്ടാകും എന്ന കണക്കൂട്ടലാണ് UDFനുള്ളത്. 5 ലക്ഷം എന്ന ഒരു വലിയ സംഖ്യയാണ് UDF ഇവിടെ ലക്ഷ്യമിടുന്നത്. അതേസമയം പോളിംഗിലെ വർധനവ് NDAയും LDFും ഒക്കെ അവർക്ക് നേട്ടമുണ്ടാകും എന്ന് അവകാശപ്പെടുമെങ്കിൽ പോലും നമുക്ക് ഒരു എഡ്ജ് ഇവിടെ UDFനുണ്ട് എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. എന്നാണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെയാണ് വയനാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. ഇതുവരേക്കും നമുക്ക് കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ ബൂത്തുകളിലും സ്ത്രീകളുടെ സാന്നിധ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലായിടത്തും എന്നുള്ളത് തന്നെയാണ് രഞ്ജിത്ത്. അതാണ് പ്രധാനം, സ്ത്രീകളുടെ വലിയ സാന്നിധ്യമുണ്ട്. നമുക്കറിയാം വയനാട് UDFന്റെ ശക്തി കേന്ദ്രമാണ്. നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ 80% പോളിംഗ് നടന്നപ്പോൾ 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു. അതിനപ്പുറത്തേക്കുള്ള വോട്ടിംഗ് പെർസെന്റേജ് ഉണ്ടായാൽ അത് പ്രിയങ്ക ഗാന്ധിയുടെ 5 ലക്ഷം എന്ന ലക്ഷ്യം, അത് അവരുടെ ഒരു സ്വപ്നമാണ് കോൺഗ്രസിന്റെ. പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കാൻ വരുമ്പോൾ, അതും നമ്മുടെ വയനാട്ടിലാകുമ്പോൾ 5 ലക്ഷം ഭൂരിപക്ഷം കൊടുക്കണം. അതിനുള്ള കയ്യും മെയ്യും മറന്നുള്ള പ്രവർത്തനമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെയും അണികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ചേലക്കരയിലും സമാനമായ അവസ്ഥയാണ്. ചേലക്കരയിലൊക്കെ ഇപ്പോൾ വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. ചേലക്കരയിലും നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ, അരുൺ പറഞ്ഞതുപോലെ, ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ചേലക്കരയിൽ 41.87% പോളിംഗ്
പോളിംഗ് പൂർത്തിയായി. 41.87, അതായത് 1:05 വരെ അത്രയും പോളിംഗ് പൂർത്തിയായി എന്നാണ് ഏറ്റവും പുതിയ വിവരം. MG മിഥുനുള്ളത് ചേലക്കര ടൗണിലാണ്. മിഥുൻ, വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. ഇതിനകം തന്നെ 41.87% എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനമൊക്കെ മറികടക്കും. 70% അപ്പുറത്തേക്ക് 75 അല്ലെങ്കിൽ 80 അത്ഭുതപ്പെടാനില്ല. അത്രത്തോളം പ്രവർത്തനം ഈ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പരമാവധി വോട്ടർമാരെ ഇപ്പോഴും വീട്ടിലിരിക്കുന്ന ഓഫീസുകളിലുള്ള പണിസ്ഥലത്തുള്ള വോട്ടർമാരെ കൊണ്ടെത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും ആവേശത്തോടു കൂടി വോട്ട് ചെയ്യാനെത്തുന്ന പ്രവർത്തകരെയും ഒപ്പം തന്നെ നാട്ടുകാരെയും ഒക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം 2021 ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 മണി വരെയുള്ള ആ ഒരു പോളിംഗ് ശതമാനം 35%. പക്ഷേ ഇന്ന് ആ സ്ഥിതിയല്ല, വലിയ രീതിയിൽ ഉയർന്ന ഒരു പോളിംഗ് ഉണ്ടായിരിക്കുന്നു. 35 എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 41.87% എത്തുന്നു. 6%-ലധികം പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നട്ടുച്ചയാണ്, വലിയ വെയിലുള്ള സ്ഥലമാണ്, വലിയ ചൂട് അനുഭവപ്പെടുന്ന മേഖലയാണ്. അപ്പോൾ പോലും തന്നെ വലിയ നീണ്ട ക്യൂ പല ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ സ്കൂളിലടക്കം 69, 70, 71 ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. ഇവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിൽ വലിയ സംവിധാനം വിനിയോഗിക്കുന്നതിന് വേണ്ടി എത്തുന്നവരുടെ ഒരു എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഉച്ചയ്ക്ക് ശേഷം ഒരു വെയിലൊക്കെ ഒന്ന് മങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും കൂടുതൽ ആളുകൾ ഇങ്ങനെ തള്ളിക്കയറി വരാറുള്ളത്. അങ്ങനെയാണ് നമ്മളൊക്കെ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് അതിന് വിപരീതമായ രീതിയിൽ നട്ടുച്ചയ്ക്ക് പോലും ആളുകൾ ഇവിടേക്ക് എത്തുന്നു. കൂടാതെ തന്നെ മുന്നണികൾ ഓരോ വോട്ടർമാരെയും, അതായത് പ്രായമായി വീട്ടിൽ കഴിയുന്ന അല്ലെങ്കിൽ നടക്കാൻ പോലും കഴിയാത്ത ആളുകളെയൊക്കെ തന്നെ വാഹനത്തിൽ കൊണ്ടുവന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും യുവ വോട്ടർമാർ ഇത്തവണ 10,000-ഓളം ഉണ്ട്. അത് ആർക്കൊപ്പം പോകുന്നുള്ള കാര്യങ്ങളുണ്ട്. നമുക്കിപ്പം ഇത്തവണ ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? രണ്ടാമത്തെ തവണയാണ്. ഇതിനു മുമ്പ് എപ്പോഴാണ് ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. എങ്ങനെയുണ്ട് ഇവിടെ? ഒരു വികസനമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ബേസ് ചെയ്തിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ആർക്കാ വോട്ട് ചെയ്തതെന്നും പറയണ്ട, എങ്കിലും എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? എന്തായാലും നല്ല പ്രതീക്ഷ. നല്ല പ്രതീക്ഷയുണ്ട്. എന്താണ് പേരെന്താണ്? ശ്രേയ. ആദ്യമായിട്ട് വോട്ട് ചെയ്യാം? ഇത്തവണയാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു വോട്ട് ചെയ്തപ്പോ? ചിരിക്കണ്ട, കാര്യങ്ങൾ പറഞ്ഞു. കുഴപ്പമില്ല. എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് ഒരു അങ്ങനെയൊന്നുമില്ല, വന്ന് വോട്ട് രേഖപ്പെടുത്തിട്ട് പോവാണ്, ആ രീതിയിലാണ്. MG മിഥുനാണ് അവിടെ യുവ വോട്ടർമാർക്കൊപ്പം ചേരുന്നത്. അവരൊക്കെ വോട്ട് ചെയ്തതിന്റെ ആവേശത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആദ്യമായി വോട്ട് ചെയ്തവർ, അവർക്ക് വീണ്ടും 6 മാസത്തിനിടയ്ക്ക് ഒരു വോട്ടിങ്ങിന് കൂടിയുള്ള അവസരം കിട്ടുന്ന സന്തോഷത്തിലും മറ്റുമാണ് അവർ. നമുക്ക് ഡാൻ കുര്യനിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകണം. ഡാൻ ഉള്ളത് മേപ്പാടിയിലാണ്. മേപ്പാടിയും വയനാടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെയും ഈ ദുരന്തബാധിതര് അടക്കമുള്ള സ്ഥലമാണ് ഡാൻ. അവരൊക്കെ വലിയ വേദനയോടെ ആയിരിക്കാം 6 മാസം മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വന്നപ്പോഴുള്ള അവസ്ഥയിലല്ല പലരും. അവരുടെ ഉറ്റവരും ബന്ധുക്കളുമൊക്കെ മരിച്ച നിരവധി ആളുകൾ അവിടെയുണ്ട്. അവരൊക്കെ പക്ഷേ ആവേശത്തോടുകൂടി തന്നെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? മേപ്പാടിയിലെ ഡാൻ നിൽക്കുന്ന ബൂത്തിൽ കാര്യമായ പോളിംഗ് ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ ഇവിടെ മന്ദഗതിയിലാണ്. രാവിലെ തിരക്കുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ചൂരൽമല ദുരന്തമുണ്ടായ സ്ഥലത്തെ 10, 12 വാർഡുകളിലെ വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് പ്രത്യേകം സജ്ജമാക്കിയ പോളിംഗ് ബൂത്തുകൾ 167, 69 പോളിംഗ് ബൂത്തുകളായിരുന്നു ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന് സമീപത്ത് സജ്ജമാക്കിയിരുന്നത്. അവിടെ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു രാവിലെ മുതൽ. പക്ഷേ മേപ്പാടി ടൗണിലേക്ക് വരുമ്പോൾ അതല്ല കാഴ്ച. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നന്നേ കുറവാണ്. ഏതാനും നാമമാത്രമായ വോട്ടർമാർ മാത്രമാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ക്യൂവിൽ ഉള്ളത്. സമാനമായ സാഹചര്യമായിരുന്നു രാവിലെയും എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥരൊക്കെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഗവൺമെന്റ് സ്കൂളിലും സമാനമായ തരത്തിൽ പോളിംഗ് ബൂത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. മുണ്ടക്കയിൽ നിന്നുള്ള വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ഉച്ചകൊണ്ട് ഏതാണ്ട് 38.99% വയനാട്ടിലെ പോളിംഗിന്റെ ടോട്ടൽ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു എന്നത് വേണം എടുത്തു പറയേണ്ട കാര്യം. അത് തന്നെയാണ് 1:10 പുറത്തു വരുന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണ് അത് വ്യക്തമാക്കുന്നത്. വണ്ടൂരിൽ
ഏറനാടാണ് ഏറ്റവും കൂടുതൽ 41.87%, വണ്ടൂരിൽ 38.28%, തിരുവമ്പാടിയിൽ 41.34%, സുൽത്താൻ ബത്തേരിയിൽ 37.91%, കൽപ്പറ്റയിൽ 39.3%, ഇങ്ങനെ പോകുന്ന മാനന്തവാടിയിൽ 37.98%. ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഒടുവിലത്തെ കണക്കുകൾ. അങ്ങനെയാണെങ്കിൽ ആവേശം തീർത്ത പ്രചാരണമായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. ഈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തം, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, അതിനൊക്കെ ശേഷമാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത്. തീർച്ചയായും നല്ല വലിയ കൗതുകകരമായ ചില കണക്കുകൾ കൂടിയുണ്ട്. അനുമോദ് തന്ന ഒരു കണക്കിൽ തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിൽ പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാരുടെ ശതമാനക്കണക്കാണ് കൂടുതൽ. ആകെ കണക്കിലും സ്ത്രീ വോട്ടർമാരുടെ വർധനവുണ്ട് എന്നുള്ളതാണ്. വയനാട്ടിൽ കൂടുതലായി സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്യുന്നു. അത് രണ്ട് പ്രധാനപ്പെട്ട വനിതാ സ്ഥാനാർത്ഥികളുണ്ട്. അതിലൊന്ന് പ്രിയങ്ക ഗാന്ധിയാണ്, മറ്റൊന്ന് നവ്യ ഹരിദാസും. നമുക്ക് മറ്റ് ചില വാർത്തകൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലേക്ക് പോകാം. ഇന്ന് വോട്ടെടുപ്പ് നടന്ന വയനാട് ചേലക്കര മണ്ഡലത്തിൽ വോട്ടുള്ളത് 2 സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ്. UR പ്രദീപും കെ ബാലകൃഷ്ണനും അവരുടെ മണ്ഡലത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മറ്റ് നേതാക്കളായ കെ രാധാകൃഷ്ണൻ, MP, ഒപ്പം MV ശ്രേയാംസ് കുമാർ, PV അബ്ദുൽ വഹാബ്, T സിദ്ദിഖ് എന്നിവരും രാവിലെ തന്നെ വോട്ട് ചെയ്തു. ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലാണ് വോട്ട് ചെയ്തത്. മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതികരണം. നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളെ ഉപയോഗിച്ച് ഇന്നലെ വരെയുള്ള വോട്ടഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പരസ്യമായിട്ടും നിശബ്ദമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പരമാവധി ജനങ്ങൾ അത് നോക്കി വിലയിരുത്തുന്നതാണ് എന്റെ വിശ്വാസം. NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ പാമ്പാടി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ചേലക്കരയിൽ മാറ്റം വരുമെന്ന് കെ ബാലകൃഷ്ണൻ. ചേലക്കരയിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. അത് BJPക്ക് അനുകൂലമായി വരുന്ന മാറ്റമാണ്. മുൻ ചേലക്കര MLAയും ആലത്തൂർ MPയുമായ കെ രാധാകൃഷ്ണൻ തോന്നൂർക്കര AUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. UR പ്രദീപ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് UR പ്രദീപ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. PV അബ്ദുൽ വഹാബ് MP നിലമ്പൂർ GUP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. നല്ല പ്രതീക്ഷയില്ല ആദ്യം മുതൽ എല്ലാവരും വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലേ. 3 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ, അതിന് കുറച്ച് കൂട്ടുക എന്നുള്ള വലിയ ടാസ്ക് ഒന്നുമല്ല. T സിദ്ദിഖ് MLA കൽപ്പറ്റ GLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 5 ലക്ഷത്തിലധികം മഹാഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കുന്ന ആവേശകരമായ ഒരു ട്രെൻഡിങ്ങിലേക്ക് ജനാധിപത്യത്തിന്റെ ഉത്സവമായി ഇന്നത്തെ ദിവസം, ഈ വോട്ടെടുപ്പ് ദിവസം മാറും. PK ബഷീർ MLA ഏറനാട് പത്തിരിപ്പാല GMLP സ്കൂളിൽ വോട്ട് ചെയ്തു. ഇന്ത്യക്ക് ഭാവി പ്രതീക്ഷയുള്ള ഒരു പുതിയ ഒരു താരോദയമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. അതുകൊണ്ട് അവര് ഇന്ത്യ പാർലമെന്റിൽ എത്തണം, രാജ്യത്തെ നയിക്കാൻ അവരൊക്കെ പ്രാപ്തരാണ്. അതിന്റെ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പുണ്ടാവും. കുടുംബസമേതമാണ് MV ശ്രേയാംസ് കുമാർ വോട്ട് ചെയ്യാനെത്തിയത്. ഇതൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് LDF അനുകൂലമായ വിധി ഉണ്ടാവും തന്നെയാണ് എന്റെ പ്രതീക്ഷ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പോളിംഗ് ശതമാനം കൂടുന്നത് UDFന് അനുകൂലമാണെന്ന് രമ്യ ഹരിദാസ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും യുവാക്കളുടെ വോട്ട് ഇത്തവണ തനിക്കൊപ്പമാണെന്നും രമ്യ പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് UDFന്റെ നല്ല ചിട്ടയായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർത്തിയായി. ഇപ്പോഴും വളരെ സജീവമായിട്ട് ബൂത്തുകളിൽ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരും നിൽക്കുകയാണ്. അപ്പം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കരുത്താണ്. അപ്പം ഞാൻ കാലത്ത് ഇന്ന് രാവിലെ ഇവിടെ നിന്ന് മക്കാമിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്നത്. അപ്പം ഞാൻ എത്തുന്നതിന് മുൻപേ അവിടെ പ്രാർത്ഥിക്കാൻ എത്തിയ ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും. അപ്പം അത് നമുക്ക് നൽകുന്ന ഒരു ആവേശമുണ്ട്, അത് നമുക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട്, ഒരു ശക്തിയുണ്ട്. ഏറ്റവും വളരെ ചിട്ടയായിരിക്കുന്ന ഒരു പ്രവർത്തനം പൂർത്തീകരിച്ച് ബൂത്തുകളിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ വരവൂര് ബൂത്തുകൾ പൂർത്തിയാക്കുമ്പം കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ചേലക്കര എന്നെ കൈവിടില്ല. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഏതായാലും 40% പിന്നിട്ട് കഴിഞ്ഞു 2 മണ്ഡലങ്ങളിലും പോളിംഗ് എന്നാണ് ഏറ്റവും